ഹായ് ഓൾ. നമ്മൾ ഈ വീഡിയോയിൽ നാച്ചുറൽ കൺവെക്ഷൻ ആണ് സിമുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നാച്ചുറൽ കൺവെക്ഷനിൽ എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്, ഒരു വെർട്ടിക്കൽ ഉള്ളൊരു ഹീറ്റ് സിങ്ക് ആണ് നമ്മൾ ഇതിൽ ജോമെട്രി ആയിട്ട് എടുത്തേക്കുന്നത്. ഹീറ്റ് സിങ്കിൽ നമ്മളൊരു ടെമ്പറേച്ചർ കൊടുക്കും. അപ്പോൾ പതുക്കെ എങ്ങനെ എയർ ഹീറ്റ് എടുത്ത് കൊണ്ടുപോകുന്നു, എങ്ങനെയാണ് ആ ഒരു ഫ്ലോ നടക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അനാലിസ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി ഉള്ള ഒരു ഫ്ലൂയിഡ് ഫ്ലോ കേസുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇതിൽ നമ്മൾ വെലോസിറ്റി കാര്യങ്ങളൊന്നും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല അല്ലേ. നോർമലി നമ്മൾ ഇൻലെറ്റിൽ വെലോസിറ്റി സ്പെസിഫൈ ചെയ്യും, ഔട്ട്ലെറ്റിൽ പ്രഷർ ഔട്ട്ലെറ്റോ അല്ലെങ്കിൽ ഔട്ട് ഫ്ലോ കണ്ടീഷനോ ഒക്കെ ആയിരിക്കും നമ്മൾ സ്പെസിഫൈ ചെയ്യുക. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ നമുക്ക് വെലോസിറ്റി ഒന്നും സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് നാച്ചുറൽ കൺവെക്ഷൻ ആണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് ഇതിൻ്റെ അകത്ത് ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഗ്രാവിറ്റിയുടെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. കാരണം ബോയിൻസി എഫക്റ്റ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ എഫക്റ്റ് ഒക്കെ വെച്ചിട്ടാണ് ഇവിടെ ശരിക്കും ഒരു ഫ്ലൂയിഡ് മൂവ്മെന്റ് നടക്കുന്നത്. ആ ടെമ്പറേച്ചർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡെൻസിറ്റി, ഹയർ ഡെൻസിറ്റി ഉള്ള എയർ താഴത്തേക്ക് വരികയും അതുപോലെ ലോവർ ഡെൻസർ ആയിട്ടുള്ള ടെമ്പറേച്ചർ കൂടിയ ഹീറ്റ് എടുത്ത് കഴിയുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്ന എയർസ് മുകളിലോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ആ ഒരു മൂവ്മെന്റ് ഒക്കെ വരുന്നത്. അപ്പോൾ അത് നമ്മൾ സിമുലേറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ എങ്ങനെയാണ് ബൗണ്ടറി കണ്ടീഷൻസിൽ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു മേജർ ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ നമ്മൾ വേരിയസ് ബൗണ്ടറി കണ്ടീഷൻസ് കൊടുക്കുന്നത്, സിമെട്രി ബൗണ്ടറി കണ്ടീഷൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ജോമെട്രി, മെഷ്ഡ് ജോമെട്രി ആണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ആ മെഷ് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് പാർട്സ് എന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഞാൻ ആദ്യം ഇതെല്ലാം ഒന്ന് ഹൈഡ് ചെയ്യുവാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സിങ്കിന്റെ ബേസ് നോക്കാം. സോ ഇതാണ് സിങ്കിന്റെ ബേസ് ആയിട്ട് വരുന്ന ഒരു പോർഷൻ. സിങ്കിന്റെ ബേസിലാണ് നമ്മൾ ഒരു ഹീറ്റ് ഉണ്ടാവുന്നു എന്ന് നമ്മൾ കൊടുക്കുക. നോർമലി നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസ് നമ്മൾ ഉപയോഗിക്കുന്ന, ഇലക്ട്രോണിക് ബോർഡിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഹീറ്റ് സിങ്ക് ആണ്. ഓക്കെ, അപ്പോൾ ആ ബോർഡിലെ ഹീറ്റ് അബ്സോർബ് ചെയ്ത് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ ആ ബേസിലായിരിക്കും ഈ പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫർ കിട്ടുന്നത് അല്ലേ. ബോർഡിൽ നിന്ന് നമ്മൾ ഹീറ്റ് സിങ്കിലേക്ക് വരുന്ന സ്ഥലം, അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമ്മൾ ടെമ്പറേച്ചറാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഇനി അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഹീറ്റ് സിങ്ക് കാണാം. ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഹീറ്റ് സിങ്ക്. ഇവിടെ 3 എണ്ണമാണുള്ളത്. നമ്മൾ ഫുൾ ജോമെട്രി വരച്ചിട്ടില്ല. ഫുൾ ജോമെട്രിക്ക് പകരം പകുതിയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. പകുതി വരച്ചിട്ട് ബാക്കിയുള്ള സ്ഥലം നമ്മൾ സിമെട്രി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ 3 ഫിൻസ് ആണുള്ളത്. 3 ഫിൻസ് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. മൊത്തം 5 ഫിൻസ് ആണുള്ളത്. 5 ഫിൻസിൽ 3 ഫിൻസ് എന്ന് പറയുമ്പോൾ 2 ഫിൻസ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫിൻസിന്റെ പകുതിയേ ഉള്ളൂ. ഓക്കെ, 2.5 ഫിൻ എന്ന് പറയാൻ വേണമെങ്കിൽ അത്രയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ബാക്കി 2.5 കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ സിമെട്രി എന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമുക്ക് പകുതി മാത്രം ഡൊമൈൻ മെഷ് ചെയ്താൽ മതിയാവും. ഓക്കെ, അതുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ഇനി അതുപോലെ നമുക്ക് ബാക്കിയുള്ള ഇതിന് ചുറ്റും കുറച്ച് എയർ ഉണ്ട്. അതിന്റെ സൈഡാണ് ഇത്. നമ്മൾ വോൾ സൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡാണ്. ദെൻ അതുപോലെ സിമെട്രിക് പോർഷൻ, സോളിഡിന്റെ സിമെട്രിക് പോർഷൻ, അതായത് നമ്മളുടെ ഫിന്നിന്റെ സിമെട്രി വരുന്ന എവിടെയാണോ ആ ഒരു പ്ലെയിൻ ആണിത്. അതുപോലെ എയറിന്റെ സിമെട്രി വരുന്ന ഒരു പോർഷൻ ഉണ്ട്. അതാണ് എയറിന്റെ സിമെട്രി വരുന്ന ഒരു പോർഷനാണിത്. അപ്പോൾ ഇതിന്റെ അപ്പുറത്തോട്ടേക്ക് ടുവേർഡ്സ് റൈറ്റ് സൈഡ് ഇതേപോലെ തന്നെ നേരെ അതിന്റെ മിറർ ഇമേജ് അപ്പുറത്ത് റൈറ്റ് സൈഡിലുണ്ടാവും. ഓക്കെ, അതുപോലെ നമുക്ക് ഔട്ട്ലെറ്റ് നോക്കാം. ഇതാണ് നമുക്ക് ഔട്ട്ലെറ്റ് വരുന്നത്. ഔട്ട്ലെറ്റ് പ്ലെയിൻ ഉണ്ട്. ദെൻ നമുക്ക് ഇൻലെറ്റ് സൈഡ്, നമുക്ക് ഇതുപോലെ ഒരു ഇൻലെറ്റ് സൈഡ് ഉണ്ട്. ഒന്ന് ചെറുതാക്കി കഴിയുമ്പോൾ ഒരു ഐഡിയ കിട്ടുള്ളൂ. ഔട്ട്ലെറ്റ് സൈഡ്, അതുപോലെ നമുക്ക് ഇൻലെറ്റ് സൈഡ് ഉണ്ട്. അപ്പോൾ 2 സൈഡിൽ നിന്നാണ് നമ്മൾ ഇൻലെറ്റ് സൈഡ് ആയിട്ട് എടുത്തേക്കുന്നത്. ഒരു സൈഡ് ഇവിടെ റൈറ്റ് സൈഡിൽ വരുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് അവിടെ സിമെട്രി പ്ലെയിൻ ആയിട്ട് പോകും. ഈ 2 സൈഡ് ഇൻലെറ്റ് സൈഡ്, അവിടെ നിന്നൊക്കെ നമുക്ക് എയർ വരാം അല്ലെ. എയർ ചുറ്റുമുള്ള സ്ഥലത്ത് നിന്നായിരിക്കും എയർ വരിക. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലവും നമ്മൾ ഇൻലെറ്റ് ആയിട്ട് തന്നെ കൊടുക്കുവാണ്. അതുപോലെ ബോട്ടം പോർഷൻ നമ്മൾ ഇൻലെറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയുമാണ് ഇൻലെറ്റ് ആയിട്ടുള്ളത്. ഈ 3 സ്പേസസ് ഇൻലെറ്റ് ഉണ്ട്. 1, 2, 3. ഓക്കെ, ഈ ടോപ്പ് പോർഷൻ ആണ് നമുക്ക് ഔട്ട്ലെറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ വെർട്ടിക്കലി ആണ് നമുക്ക് ഹീറ്റ് സിങ്ക് വെച്ചേക്കുന്നത്. വെർട്ടിക്കലി വെച്ചേക്കുന്ന ഹീറ്റ് സിങ്കിൽ താഴത്തൂടിയാണ് കോൾഡ് എയർ വരുന്നത്. ദെൻ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി ഡെൻസിറ്റി കുറഞ്ഞ എയർ മുകളിലോട്ട് റൈസ് ആവും അല്ലെ. അങ്ങനെ നമുക്ക് ഔട്ട്ലെറ്റിലൂടെ പുറത്തേക്ക് പോകും. അങ്ങനെയാണ് ഒരു ഫ്ലോ ഇതിൽ നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ടോപ്പ് സർഫേസ് ഔട്ട്ലെറ്റും ബോട്ടം സർഫേസ് ഇൻലെറ്റും ആയിട്ട് വരുന്നത്. പിന്നെ സൈഡിൽ കൂടി നമുക്ക് എയർ വരാം. അതുകൊണ്ടിട്ട്
ഇൻലെറ്റ് നമുക്ക് സൈഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് സിമെട്രിക് എയർ, ആ ഒരു ബോക്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇതാണ് സിമെട്രി സൈഡ് വരുന്നത്, യെല്ലോ കളർ കാണുന്നത്. ദെൻ നമുക്ക് വോൾ സൈഡും കൂടെ ഉണ്ട്. ഒരു സൈഡ് നമ്മൾ വോളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഗ്രേ കളറിൽ കാണുന്ന ഈ സ്ഥലം അതാണ് നമ്മൾ വോളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് മൊത്തത്തിൽ ആ എയറിന്റെ ഒരു ജോമെട്രി വരുന്നത്. ഇതിന്റെ ഉള്ളിൽ ഈ ഒരു ചെറിയൊരു പോർഷനിലാണ് നമ്മൾ ഫിൻ വെച്ചേക്കുന്നത്. ഓക്കെ, അതാണ് ബേസിക്കലി നമുക്ക് ആ ഒരു മെഷ് ജോമെട്രി നമുക്ക് കാണിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പൊസിഷൻ ഉണ്ടാവുക. അപ്പോൾ മുകളിലാണ് ഔട്ട്ലെറ്റ് അല്ലേ, റെഡ് കളറിൽ നമ്മൾ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞത്. കാരണം ഇതെല്ലാം നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രാവിറ്റിയുടെ എഫക്റ്റ് വരും. അപ്പോൾ ഗ്രാവിറ്റിയുടെ എഫക്റ്റ് വരുമ്പോൾ നമ്മൾ ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യണം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ഇസഡ് ആക്സിസ് എന്ന് പറയുന്നത് മേലോട്ടേക്കാണ് ഡയറക്ഷൻ വരുന്നത് അല്ലേ. അപ്പോൾ ഇസഡ് ആക്സിസ് മേലോട്ടേക്കാണ്, പക്ഷേ ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കണം? താഴത്തോട്ടേക്കായിരിക്കണം ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ വരുന്നത്. കാരണം ഇത് വെർട്ടിക്കൽ അപ്വേർഡ്സ് ആണ്. നമുക്ക് ടോപ്പ് പോർഷനാണ് നമുക്ക് ഔട്ട്ലെറ്റ് ആയിട്ട് വരുന്നത്, ബോട്ടം പോർഷനാണ് ബോട്ടം ഇൻലെറ്റ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ താഴത്തോട്ടേക്കായിരിക്കും വരേണ്ടത്. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഇസഡ് ആക്സിസ്. ഓക്കെ, നമുക്കിവിടെ ഗ്രാവിറ്റി ചെക്ക് ചെയ്യാം. എന്നിട്ട് ഇസഡ് ആക്സിസിന് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഇസഡ് ആക്സിന് ഓപ്പോസിറ്റ് ആകുമ്പോൾ നമുക്ക് വാല്യൂ എടുക്കേണ്ടത് -9.81. ഓക്കെ, ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇസഡ് ഡയറക്ഷനിലായിരുന്നെങ്കിൽ നമ്മളിവിടെ 9.81 എന്ന് മാത്രം കൊടുത്താലും മതിയാവും. ഇത് ഇസഡ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ -9.81 എന്ന് കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ വൈ ഡയറക്ഷനിലാണെങ്കിൽ വൈയിലായിരിക്കും വാല്യൂ കൊടുക്കേണ്ടത്. ഇസഡ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ എക്സ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ എക്സിലായിരിക്കും വാല്യൂ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് ഈ നാച്ചുറൽ കൺവെൻഷൻ അല്ലെങ്കിൽ വെലോസിറ്റി സ്പെസിഫൈ ചെയ്യാത്ത കേസിൽ ഒക്കെയുള്ള സമയത്ത് ഈ ഫ്ലോന്റെ അത് ഒക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാവിറ്റി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഫ്ലോ എങ്ങനെയായിരിക്കും വരിക, അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് ജോമെട്രി ഇരിക്കുന്നതെന്നെല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അവിടെ ഗ്രാവിറ്റി ഡയറക്ഷൻ കൊടുക്കാനായിട്ട്. അല്ല ഡയറക്ഷൻ കൊടുക്കുന്നത് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഈ ഒരു ഫ്ലോ ഫിനോമിനൻ തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ മോഡൽസിലേക്ക് വരാം. ഇതിൽ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, അതുകൊണ്ട് എനർജി ഇക്വേഷൻ ഓൺ ആക്കണം. ദെൻ നമ്മൾ ലാമിനാർ ഫ്ലോ ആണ് എടുക്കുന്നത്. അപ്പോൾ ലാമിനാർ തന്നെ വെക്കുക, ഡീഫോൾട്ട് തന്നെ. ദെൻ ക്ലിക്ക് ഓൺ ഓക്കെ. ഇനി ഇവിടെ മെറ്റീരിയൽസ് നമുക്ക് നമ്മൾ ഹീറ്റ് സിങ്കിന്റെ മെറ്റീരിയൽ അലൂമിനിയവും അതുപോലെ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എയറും ആയിരിക്കും അല്ലേ. അപ്പോൾ എയറിലൊരു ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. എയറിൽ ഡെൻസിറ്റി ഡിഫറൻസ് വെച്ചിട്ടാണ് ഇവിടെ ആ ഒരു ബോയൻസി ഡ്രിവൻ ഫ്ലോ നടക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഒരു ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ഡെൻസിറ്റി കോൺസ്റ്റന്റ് വാല്യൂ അല്ല. അപ്പോൾ ഡീഫോൾട്ട് ആയിട്ട് കിടക്കുന്ന ഡെൻസിറ്റി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും. നമുക്കപ്പോൾ ഇൻകംപ്രസിബിൾ ഐഡിയൽ ഗ്യാസ് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ഐഡിയൽ ഗ്യാസ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കംപ്രസിബിൾ ഫ്ലോയിലാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, കംപ്രസിബിൾ ഫ്ലോയിലാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കൊടുക്കുക. ഇൻകംപ്രസിബിൾ ആണ് ഈ കേസിൽ വരുമ്പോൾ കംപ്രഷൻ നടക്കുന്നില്ല, എയർ കംപ്രസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇൻകംപ്രസിബിൾ ഐഡിയൽ ഗ്യാസ് വേണം നമുക്ക് കൊടുക്കാനായിട്ട്. ഓക്കെ, ആണ് വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സോ ചേഞ്ച് ചെയ്യുക ആൻഡ് ക്ലിക്ക് ഓക്കെ, ക്ലോസ്. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്നുകൂടി നോക്കാം, കൺഫേം ചെയ്യാൻ. ഇൻകംപ്രസിബിൾ ഐഡിയൽ ഗ്യാസ്. ഓക്കെ, ക്ലോസ് ചെയ്യണം. അതുപോലെ സോളിഡിന്റെ കേസിൽ നമ്മൾ അലൂമിനിയം ആണ് ഹീറ്റ് സിങ്ക് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് വരുന്നത് സെൽസ് ഓൺ കണ്ടീഷൻ. നമുക്കൊന്ന് റീചെക്ക് ചെയ്യാം. ഫ്ലൂയിഡ് റീജിയൻ ഉണ്ട്, നമുക്ക് എൻവയർ മെഷ് ജോമെട്രി. ഫ്ലൂയിഡ് റീജിയൻ ഏത് തന്നെയാണ് നടക്കണം നമ്മൾ നോക്കുക. അതുപോലെ സോളിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹീറ്റ് സിങ്ക് വരുന്ന പോർഷനാണ്. അപ്പോൾ ഹീറ്റ് സിങ്ക് നമുക്ക് അലൂമിനിയം ആണ്, അതും ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ബൗണ്ടറി കണ്ടീഷൻസിലേക്കാണ് പോകുന്നത്. സോ ബൗണ്ടറി കണ്ടീഷൻസിൽ വരുമ്പോൾ നമുക്ക് ഇൻലെറ്റ് ബോട്ടം ഉണ്ട്. ഇൻലെറ്റ് ബോട്ടത്തിൽ ഡീഫോൾട്ട് ആയിട്ട് കിടക്കുന്നത് വെലോസിറ്റി ഇൻലെറ്റ് ആയിരിക്കും. നമുക്ക് വെലോസിറ്റി ഇൻലെറ്റ് കൊടുക്കാനായിട്ട് സാധിക്കില്ല അല്ലേ. നമുക്ക് വെലോസിറ്റി ഇൻലെറ്റ് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് ചേഞ്ച് ചെയ്യുക, പ്രഷർ ഇൻലെറ്റ് ആക്കുക. ഓക്കെ, പ്രഷർ ഇൻലെറ്റ് കൊടുക്കുക. എന്നിട്ട് അവിടെ നമുക്ക് വാല്യൂസ് കൊടുക്കുന്നത് റഫറൻസ് ഫ്രെയിം, നമുക്ക് വാല്യൂസ് കൊടുക്കുന്നത് ഗേജ് പ്രഷർ 0 പാസ്കലിന് കൊടുക്കുക. നോർമൽ ടു ബൗണ്ടറി ആണ് പ്രഷർ, അതെല്ലാം അങ്ങനെ നമ്മൾ കൊടുത്തു. ദെൻ തെർമൽ ടെമ്പറേച്ചർ നമ്മൾ ഇൻലെറ്റ് കൊടുക്കുക 290 കെൽവിനാണ് നമ്മളിപ്പോൾ ഇൻലെറ്റ് കൊടുക്കുക. ഓക്കെ, അതുപോലെ നമ്മൾ ഇൻലെറ്റ് സൈഡ് ഇതിലും സെയിം തന്നെയാണ്. നമ്മൾ വെലോസിറ്റി ഇൻലെറ്റ് എന്നുള്ളത് മാറ്റി നമുക്ക് പ്രഷർ ഇൻലെറ്റ് ആക്കണം. അവിടെയും നമുക്ക് ഇതുപോലെ ടെമ്പറേച്ചർ നമ്മൾ 290 കൊടുക്കാം. പിന്നെ നമുക്ക് ഇന്റീരിയർ ആണ്, അത് വേറെ ഒന്നും ചെയ്യാനില്ല. അതിൽ ഇന്റീരിയർ സോളിഡ് അതിലൊന്നും ചെയ്യാനില്ല. ദെൻ ഔട്ട്ലെറ്റ് ഡീഫോൾട്ട് നമ്മൾ പ്രഷർ ഔട്ട്ലെറ്റ് അത് തന്നെയാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ അതിൽ
നമുക്ക് ബാക്ക് ഫ്ലോ ഡയറക്ഷൻ സ്പെസിഫിക്കേഷൻ പറയുന്നത് ഫ്രം ദ നെയ്ബറിംഗ് സെല്ലിൽ നിന്ന് നമുക്ക് ബാക്ക് ഫ്ലോ സ്പെസിഫിക്കേഷൻ കൊടുക്കാം. ദെൻ ടെമ്പറേച്ചർ നമ്മൾ ഡീഫോൾട്ട് വാല്യൂ തന്നെ ഇടുക. ബാക്ക് ഫ്ലോ ടെമ്പറേച്ചർ ആണ് പിന്നെ നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ടത്. ബാക്ക് ഫ്ലോ ടെമ്പറേച്ചർ നമുക്ക് ആംബിയന്റ് ടെമ്പറേച്ചർ എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുക. അതിൽ 290 കെൽവിൻ ആണ് ബാക്ക് ഫ്ലോ ടെമ്പറേച്ചർ വരിക. ദെൻ സിമെട്രി കണ്ടീഷൻ ആണ് സിമെട്രി എയറും സോളിഡും കൊടുക്കുക. ഇവിടെ സിമെട്രി സോളിഡ് കിടക്കുന്ന വോളായിട്ടാണ്, അത് മാറ്റി നമുക്ക് സിമെട്രി ആക്കുക. എന്നാലേ അപ്പുറത്തും ഇപ്പം ഇതുണ്ട്, ഇതിൻ്റെ ഒരു മിറർ ഇമേജ് അപ്പുറത്തുണ്ടെന്നുള്ള നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇനി വോൾ സൈഡ്. വോളിൽ നമ്മൾ കൊടുക്കുക നോ സ്ലിപ്പ് കണ്ടീഷനാണ്. തെർമൽ നമ്മൾ ഹീറ്റ് ഫ്ലക്സ് 0 എന്ന് പറഞ്ഞുള്ള ഓപ്ഷനാണ് നമ്മൾ കൊടുക്കുക. അല്ലെ, വോള് ഹീറ്റ് സിങ്ക് എയർ. അപ്പോൾ ഹീറ്റ് സിങ്ക് എയറുമായിട്ട് വരുന്ന വോള് നമ്മൾ കൊടുക്കുക. ഇവിടെ കപ്പിൾഡ് കണ്ടീഷനാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഹീറ്റ് സിങ്ക് എയർ എന്ന് പറയുമ്പോൾ ഹീറ്റ് സിങ്ക് എയറും വരുന്ന ആ ഒരു വോൾ റീജിയൻ ഉണ്ട്. ആ റീജിയനിൽ നമ്മൾ കപ്പിൾഡ് കണ്ടീഷനാണ് നമ്മൾ കൊടുക്കുക. അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹീറ്റ് സിങ്ക് എയർ ഷാഡോ, അപ്പോൾ അവിടെ നമുക്ക് കപ്പിൾഡ് കണ്ടീഷനാണ് വരുന്നത്. ഡീഫോൾട്ടായിട്ട് തന്നെ കിടപ്പുള്ളത്, അത് തന്നെയാണ് നമ്മൾ കൊടുക്കുക. ഇനി വോൾ സിങ്ക് ബേസ്, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ബേസ് ആണ് നമ്മൾ ഈ ബോർഡിലായിട്ട് കണക്ട് ചെയ്ത് വെക്കുന്ന ബോർഡിലെ ഹീറ്റാണ് ഹീറ്റ് സിങ്ക് വലിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു പോർഷനിലാണ് നമ്മൾ ടെമ്പറേച്ചർ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ടെമ്പറേച്ചർ സ്പെസിഫൈ ചെയ്യാം. ടെമ്പറേച്ചറിൻ്റെ വാല്യൂ നമുക്കൊരു 350 കെൽവിൻ കൊടുക്കാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസിൽ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത് വരുന്ന മെത്തേഡ്സ് ആണ്. പ്രഷറിൻ്റെ കേസിൽ നമ്മൾ പ്രീസ്റ്റോ ആണ് നമ്മൾ കൊടുക്കുക. അതുപോലെ നമ്മൾ ഹയർ ഓർഡർ ടൈം റിലാക്സേഷൻ ചെക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യാം. അതുപോലെ നമുക്ക് വേണമെങ്കിൽ മോണിറ്ററിൽ റെസിഡ്യൽ വാല്യൂസ് നമുക്ക് കുറച്ച് കൊടുക്കാം. 10⁻⁻5 കൊടുക്കാം. ഓക്കെ, 10⁻⁻5 നമ്മൾ കൊടുത്തു. അപ്പോൾ എല്ലാം കഴിഞ്ഞു. നമുക്കിനിയിപ്പോൾ നേരെ ഇനിഷ്യലൈസേഷനിലേക്ക് പോകാം. ഇനിഷ്യലൈസേഷനിൽ സ്റ്റാൻഡേർഡ് ഇനിഷ്യലൈസ് ചെയ്യാം. നമുക്ക് എല്ലാ സോണിലും ടെമ്പറേച്ചർ 290 കെൽവിൻ കൊടുത്തിട്ട് ഇനിഷ്യലൈസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സൊല്യൂഷൻസ് റൺ ചെയ്യാം. ഞാനിപ്പോൾ ഒരു 2500 ഇറ്ററേഷൻസ് ഇടുവാണ്. ഓക്കെ, കൺവെർജ് ആവുമെന്ന് അറിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് സൊല്യൂഷൻസ് റൺ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഇറ്ററേഷൻസ് കഴിയുമ്പോഴത്തേക്ക് എന്താവും എങ്ങനെയാവും നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 1050 ഇറ്ററേഷൻസ് കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഇപ്പോൾ നമുക്ക് റെസിഡ്യൽ വാല്യൂസ് കാണാം. റെസിഡ്യൽ വാല്യൂസ് ഓൾമോസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് പോകുന്നത്. അപ്പോൾ തൽക്കാലം നമ്മൾ ഇത്രയും വെച്ചിട്ട് കാൽക്കുലേഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് റിസൾട്ട്സ് എടുത്ത് നോക്കാം. അപ്പോൾ അതുപോലെ നമ്മൾ ന്യൂമറിക്കൽ സ്കീംസ് സൊല്യൂഷൻസ് മെത്തേഡ്സ് കൊടുത്തപ്പോഴത്തേക്കും അവിടെ പ്രീസ്റ്റോ മോഡൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ ഡിസ്ക്രിറ്റൈസേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ പ്രീസ്റ്റോ മോഡൽ എന്തുകൊണ്ടാണ് കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ചുകൂടി നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടും. പ്രത്യേകിച്ച് ആ ഒരു ബൗണ്ടറി റീജിയനിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിസ്ക്രിറ്റൈസേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ പ്രഷർ ഗ്രേഡിയൻറ്റ് അവിടെ കൺസിഡർ ചെയ്യില്ല. ഓക്കെ, 0 പ്രഷർ ഗ്രേഡിയൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ വെച്ചിട്ടായിരിക്കും നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസിൽ വെലോസിറ്റി ഫീൽഡും എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് കുറച്ച് റിസൾട്ട്സ് ഇൻഅക്യുറേറ്റ് ആവാനുള്ള ചാൻസ്, എറർ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് വരെ നമ്മൾ പ്രീസ്റ്റോ മോഡലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ബൗണ്ടറീസിലെല്ലാം നമുക്ക് ഒരു പ്രഷർ ഗ്രേഡിയൻ്റ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ ഒരു വെലോസിറ്റി കമാൻഡ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പ്രീസ്റ്റോ മോഡൽ അപ്ലൈ ചെയ്യുക. എസ്പെഷ്യലി നമ്മൾ പ്രീസ്റ്റോ മോഡൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നാച്ചുറൽ കൺവെക്ഷൻ്റെ കേസിലും അതുപോലെ നമ്മൾ സ്വേൾ ഫ്ലോ ഒക്കെ വരുന്ന കേസിലാണ് നമ്മൾ പ്രീസ്റ്റോ മോഡൽ പ്രീസ്റ്റോ ഡിസ്ക്രിറ്റൈസേഷൻ മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊന്ന് റിസൾട്ട്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഇതിൻ്റെ റിസൾട്ട്സ് ഒക്കെ എങ്ങനെയാണ് വന്നേക്കണം നോക്കാം. നമുക്കിവിടെ കാണാം, നമുക്ക് 3 ഫിൻസ് ഉണ്ട്. 3 അല്ല, ഒരു 2.5 ഫിൻസ് ആണ് ഉള്ളത്. ഇതിൻ്റെ അകത്ത് നമ്മൾ സിമെട്രിക് ആയിരുന്നു എടുത്തിരുന്നത്. ദെൻ ബാക്കിയുള്ള എല്ലാം നമുക്ക് കാണുന്നത് എയർ കോളമാണ്. ഓക്കെ, നമുക്ക് വെർട്ടിക്കൽ ഇങ്ങനെയായിരുന്നു നമ്മളുടെ ജോമെട്രി ഉണ്ടായിരുന്നത്. മുകളിലെ ഔട്ട്ലെറ്റും താഴത്തെ ഇൻലെറ്റും പിന്നെ സൈഡ് വോൾസ് ഇൻലെറ്റും റൈറ്റ് സൈഡിലുള്ള സിമെട്രിക് പ്ലെയിൻ ആയിട്ടായിരുന്നു അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാം.
ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്തു. നമുക്കൊരു എക്സ് സെഡ് പ്ലെയിനിൽ ക്രിയേറ്റ് ചെയ്യാം. എക്സ് സെഡ് പ്ലെയിനിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്ലൈ. നമുക്ക് അത് കുറച്ചുകൂടി ആ ഒരു ഫിന്നിൻ്റെ അടുത്തേക്ക് നമുക്ക് കൊണ്ടുവരാം. 3 കൊടുക്കാം. കുറച്ചുകൂടി കൊണ്ടുവരാം. നമ്മളൊരു 0.01 കൊടുക്കാം. ഓൾമോസ്റ്റ് ഒരു മിഡിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് എങ്ങനെയാണ് അവിടുത്തെ ഒരു ടെമ്പറേച്ചർ നോക്കാം. കോണ്ടൂർ എടുക്കാം. കോണ്ടൂറിൽ നമുക്ക് ടെമ്പറേച്ചർ ലൊക്കേഷൻ നമുക്ക് പ്ലെയിൻ 1 അപ്ലൈ. സോ നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ കാണാം അല്ലേ. എയർ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ കാണാം. നമുക്കിവിടെ ഗ്ലോബൽ വേരിയബിളിന് വരെ നമുക്ക് ലോക്കൽ വേരിയബിൾ കൊടുക്കുകയാണെങ്കിൽ എത്രയാണ് ആ ഒരു പർട്ടിക്കുലർ പ്ലെയിനിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് കാണാം. നമുക്ക് 349.952 ആണ് മിനിമം. മാക്സിമം വരുന്നത് 289 മിനിമം വന്നേക്കുന്നത് 289.99 അതായത് 290. നമ്മളതാണ് ബൗണ്ടറി കണ്ടീഷൻ ആയിട്ട് കൊടുത്തത് അല്ലെ. മാക്സിമം വന്നേക്കുന്നത് 349.952 അതായത് നമ്മൾ ആ ഒരു ഫിൻ റീജിയനിൽ നമ്മൾ 350 ആയിരുന്നു ഉദ്ദേശിച്ചാൽ അതാണ് അവിടുത്തെ ഒരു ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ അവിടെ കാണുന്നത്. ഓക്കെ. അപ്പോൾ ചൂടായിട്ടുള്ള എയറുകൾ എന്ത് സംഭവിക്കുന്നു, ഡെൻസിറ്റി കുറവായിട്ട് മുകളിലോട്ടേക്ക് ലിഫ്റ്റ് ചെയ്ത് പോകുന്നു. അതുകൊണ്ടാണ് ആ ഒരു പർട്ടിക്കുലർ റീജിയനിൽ പിന്നിന്റെ ആ ഒരു മുകളിലത്തെ പോർഷനിൽ നമുക്ക് അങ്ങനെ ഒരു ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ കൂടുതലായിട്ട് നമുക്ക് കാണുന്നത്. ഇതേപോലെ നമുക്ക് വെലോസിറ്റി നോക്കാം. വെലോസിറ്റി എടുത്താലും നമുക്ക് ആ ഒരു ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ആ ഒരു ഫിന്നിന്റെ മുകളിലാണ് മാക്സിമം കൂടിയ വെലോസിറ്റി ഉള്ളത് അല്ലെ. മാക്സിമം വെലോസിറ്റി വരുന്നതെല്ലാം ഫിന്നിന്റെ മുകളിൽ സംഭവിച്ചില്ല. കാരണം അവിടെ ആയിരിക്കും ഈ ഒരു ഡെൻസിറ്റി ഏറ്റവും കുറവും മുകളിലോട്ടൊക്കെ ഒരു ബോയിങ് ഫോഴ്സ് കൂടുതൽ വരാനുള്ള ചാൻസ്. അപ്പോൾ നമുക്ക് എയറിന് കുറച്ച് ഹൈ വെലോസിറ്റിയിലായിരിക്കും എയർ അവിടെ ഫ്ലോ ചെയ്യാം ഇൻ കമ്പയർഡ് ടു ദ റിമൈനിങ് പോർഷൻ. നമുക്ക് താഴത്ത് നോക്കിയാൽ കാണാം. ഫിന്നിന്റെ താഴത്തുള്ള പോർഷൻ നമുക്ക് നോക്കിയാൽ കാണാം. അവിടെ വളരെ ചെറിയ രീതിയിൽ മാത്രമേ അവിടെ എയറിന്റെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വരുന്നുള്ളൂ. താഴത്തോട്ടേക്ക് ഒന്നും തന്നെ ഇല്ലാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. താഴത്തോട്ടേക്ക് ഇല്ലാത്തതിന്റെ റീസൺ എന്തായിരിക്കും? റീസൺ നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ ഹീറ്റ് എടുത്തിട്ട് താഴത്തേക്ക് എയർ വരേണ്ട സാഹചര്യം ഇല്ല. ഡെൻസിറ്റി കൂടിയ എയർ ആയിരിക്കും താഴത്തുണ്ടാവുക. ഡെൻസിറ്റി കുറഞ്ഞപ്പോഴും മേലോട്ടേക്കായിരിക്കും പോവുക. അപ്പോൾ അതിന്റെ ഒരു ഫ്ലോ എന്താണെങ്കിലും മേലോട്ടേക്കായിരിക്കും നടക്കുന്നത്. അതുകൊണ്ടാണ് താഴത്തേക്ക് അങ്ങനെ ഒരു വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കാണാത്തത്. ഓക്കെ. നമുക്ക് കുറച്ചുകൂടി കോണ്ടൂറിന്റെ എണ്ണം കൂട്ടിയാൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഓക്കെ. സോ ഇതാണ് അവിടെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ നമുക്ക് ആ ഒരു ഫിന്നിന്റെ പോർഷനിൽ നമുക്കൊരു വേറൊരു പ്ലെയിനും കൂടെ നമുക്ക് ക്രിയേറ്റ് നോക്കാം. ഓക്കെ. നമ്മൾ രണ്ടാമതൊരു പ്ലെയിനും കൂടി ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഫിന്നിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന രീതിയിൽ. ഓക്കെ. ഇപ്പൊ നമ്മൾ പാരലായിട്ടാണ് ആ ഒരു ഫ്ലോ ഡയറക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പ്ലെയിനിന് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന രീതിയിൽ നമുക്ക് വേറൊരു പ്ലെയിനും കൂടി ക്രിയേറ്റ് നോക്കാം. ആ ഒരു ഫിന്നിന്റെ അവിടെ കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ. സോ ദാറ്റ് വിൽ ബി ഇസെഡ് വൈ പ്ലെയിൻ. ഇസെഡ് വൈ പ്ലെയിൻ എടുക്കുക. അവിടെ ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യുക. നമുക്കത് കുറച്ചുകൂടി ഒന്ന് നീക്കുക. ഒരു 0.05 മതിയാവും. ഓക്കെ. ആ ഒരു ഫിന്നുള്ള പോർഷനിൽ തന്നെയാണുള്ളത്. ഞാൻ പ്ലെയിൻ 1 ഹൈഡ് ചെയ്യുവാണ്. ദെൻ കോണ്ടൂർ 1 തന്നെ എടുക്കാം. നമുക്ക് പ്ലെയിൻ 1 വരെ നമുക്ക് പ്ലെയിൻ 2 കൊടുക്കാം. ഓക്കെ. നമുക്കൊന്ന് വെലോസിറ്റി പ്ലോട്ട് ചെയ്ത് നോക്കാം. പ്ലെയിൻ 2 വെലോസിറ്റി കോണ്ടൂർ 1 ഹൈഡ് ചെയ്തേക്കാണ്. സോ ഇവിടെ നമുക്ക് കാണാം വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. അപ്പോൾ ഫിന്നിന്റെ ഔട്ടർ മോസ്റ്റിലൂടെ എയർ ഫ്ലോ ചെയ്ത് മുകളിലോട്ടേക്ക് പോകുന്നതും മാക്സിമം എയർ ഫ്ലോ നടക്കുന്നുണ്ട്. ഓക്കെ. സോ ഇങ്ങനെയാണ് അതിന്റെ ഒരു ഫ്ലോ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം വരുന്നത് എയറിന്റെ. ഓക്കെ. അതുപോലെ നമുക്ക് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. നമുക്ക് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ പിന്നെ അത്യാവശ്യം ചൂടായിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ ഒരു ഔട്ടർ മോസ്റ്റ് റീജിയൻ കംപ്ലീറ്റ് ആ ഒരു ഹീറ്റർ എടുക്കുന്നുണ്ട്. ദെൻ ഫൈനലി മുകളിലൂടെ ഫ്ലോ ചെയ്യുന്ന എയറിനും അത്യാവശ്യം ഒരു ഹയർ ടെമ്പറേച്ചറിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ. സോ ദിസ് ഈസ് ദ കോണ്ടൂർ പ്ലോട്ട് കറസ്പോണ്ടിങ് ടു എ പർട്ടിക്കുലർ പ്ലെയിൻ ഷോയിങ് ദ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.